പോകാൻ നിൽക്കുകയാണ്. എൻ്റെ ഹസ്ബൻഡും ഏട്ടനും ഏട്ടൻ്റെ വൈഫും ഞങ്ങൾ 4 പേരും കൂടി ചേർന്നിട്ടാണ് പോകുന്നത്. അച്ഛനമ്മേനെ നിർബന്ധിച്ചിട്ട് വരുന്നില്ല. പിന്നെ വരുന്ന വഴിക്ക് മേമയുടെ വീട്ടിലേക്കും കൂടി കയറണം എന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് കാണാം. നമ്മൾ മലപ്പുറത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. മലപ്പുറം ക്യാമ്പ് സൈറ്റിൽ എത്തിയിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഓൺലൈൻ ബുക്കിംഗ് ചെയ്ത എക്സോട്ടിക് ക്യാമ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് അതത്ര തോന്നുന്ന ഏജൻസി മാതിരിയാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഇതാണ്, മാജിൽ ഹോളിഡേ. നമുക്ക് എന്തായാലും പ്രോപ്പർട്ടിയിലേക്ക് എൻ്റർ ചെയ്യാം. ഈ ബേസ് ക്യാമ്പ് വരുന്നത് ചിന്നക്കനാലാട്ടോ. നമ്മൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ എക്സോട്ടിക് ക്യാമ്പിൻ്റെ ഇതൊന്ന് ബുക്ക് ചെയ്യാതിരിക്കുകയാണ് ബെറ്റർ. കാരണം എന്താ വെച്ചാൽ ഡയറക്റ്റ് അല്ല, പിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിപ്പിക്കും. ഒരു ചെറിയൊരു ബാഡ് എക്സ്പീരിയൻസ് മാതിരി പോകും. ഫാമിലി ആയിട്ടാണ് വന്നത്. അതായത് എൻ്റെ പെങ്ങളും അവരുടെ ഹസ്ബൻഡും എൻ്റെ വൈഫും ആയിട്ടാണ് വന്നത്. പക്ഷേ എന്ത് ചെയ്തെന്ന് അറിയോ, അവർ പറഞ്ഞു 4 പേരും കൂടി ഒരു ടെൻറ്റിൽ അടക്കുക ചോദിച്ചു. ആദ്യം ചോദിച്ചു, പിന്നെ ഞങ്ങൾ പറഞ്ഞു അങ്ങനെ പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞ് ചെറിയൊരു രീതിയിൽ വർത്തമാനം പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ ആൾ ഓക്കെ അറേഞ്ച് ചെയ്തിരുന്നു കേട്ടോ. അടിപൊളിയാണ്. മൂപ്പര് പെരുമാറ്റം കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ലതാണ്. ചാർജ് ചെയ്യാണ്ട്. അപ്പോൾ ചാർജിങ് ഈവനിങ് അവർ ഈ സോക്കറ്റൊക്കെ ഓണാക്കി തരുള്ളൂ. അപ്പോൾ നമുക്കവിടെ ചായക്കുള്ള ഏരിയ ഉണ്ട്. ഈ സെക്ഷൻ ഫുഡ് സെക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ചെറിയൊരു ഇതാണ്. അപ്പോൾ അവിടെ പോവുക, അവിടെ നിന്ന് ചാർജിങ് ഈ 24 hours അവൈലബിൾ. അപ്പോൾ അവിടെ കണക്ട് ചെയ്തിട്ട് ചാർജ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈവനിങ് സൺസെറ്റ് വാക്കിങ്ങിന് പോകാൻ. അതെങ്ങോട്ടാണ് കൊണ്ടുപോകാൻ അറിയില്ല. ഞാൻ പറഞ്ഞില്ല നേരത്തെ എങ്ങോട്ടാണെന്ന് അറിയില്ല. നമുക്ക് നടന്നു നോക്കിയാലേ അറിയുള്ളൂ. ഇതൊക്കെ കുറേ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. മിക്കതും കോളേജ് പിള്ളേരും കാര്യങ്ങളൊക്കെയാണ്. ഫാമിലീസ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ല. നാളത്തെ അവസ്ഥ എന്താവും അതും അറിയില്ല. നാളെ മിക്കവാറും നല്ല റഷ് ആവാൻ സാധ്യത അല്ലേ. മൂന്നാറിലൊക്കെ നമ്മൾ വരുമ്പോൾ ഇഷ്ടംമാതിരി ബ്ലോക്ക് ചെയ്യുന്നു, ഭയങ്കര ബ്ലോക്ക് ചെയ്യുന്നു. കാരണം ഇപ്പോൾ ക്രിസ്മസ് അങ്ങനത്തതൊക്കെ പോകുന്ന വഴി അങ്ങനത്തെ ഒരു വഴിയാണ്. പിന്നെ മാപ്പിട്ട് പോകുന്നത് നമുക്കറിയില്ലല്ലോ, ഉള്ളിൽ കൂടെ ഒക്കെ വന്ന്. പക്ഷേ അടിപൊളി ഏരിയ കേട്ടോ. അതൊന്നും വീഡിയോ ഞങ്ങൾ കവർ ചെയ്യാത്ത എന്താ വെച്ചാൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. കാരണം ഞങ്ങൾക്ക് ഇവിടെ നേരത്തെ എത്തണമായിരുന്നു. 2 മണിക്ക് ചെക്ക് ഇൻ ചെയ്യാനായിരുന്നു. പിന്നെ അതേമാതിരി ഞാൻ പറഞ്ഞില്ല എക്സോട്ടിക് ക്യാമ്പിൽ നിന്ന് അവർ ആദ്യം അയച്ച ലൊക്കേഷൻ വേറെ, രണ്ടാമത് അയച്ചപ്പോൾ വേറെ ആളെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ വേറെ ആളെ വിളിച്ചപ്പോൾ വേറെ ലൊക്കേഷൻ തന്നു. അത് രണ്ടും സെയിം തന്നെയാണ്. പക്ഷേ അവർ പറഞ്ഞ് റൂം അവൈലബിലിറ്റി ഇല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞപ്പോൾ നമുക്കൊന്ന് പതിച്ചു. കാരണം നമ്മൾ ഇത്രയും ദൂരം വന്നിട്ട് മൂന്നാറിലെത്തിയിട്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. നമ്മൾ മിഥുൻ എന്നറിയും, നമ്മളെ മിഥുന് ഒക്കെ സെറ്റ് ചെയ്ത് തന്നു. എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് തന്നു, ചെക്ക് ഇൻ ചെയ്ത് തന്നു. പിന്നെ ഇവിടെ ക്യാമ്പ് ഫയറൊക്കെ ഇവിടെ കേട്ടോ നടക്കുക. അവിടെയാണ് നമ്മളെ ടോയ്ലറ്റ്സും കാര്യങ്ങളും വരുന്നത്. ഞാൻ പറഞ്ഞ നേരത്തെ കഫ്തീരിയ അത് അവിടെ വരുന്നത് കേട്ടോ. കഫ്തീരിയയും കാര്യങ്ങളൊക്കെ നമ്മൾ ലക്ഷറിയസ് ആയിട്ട് നിൽക്കണം എന്ന് വിചാരിച്ച് അത് നടക്കില്ല കേട്ടോ. ക്യാമ്പിൽ ടെൻറ്റിലൊക്കെ അതെന്തായാലും അങ്ങനെ തന്നെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വീഡിയോയിൽ കാണിക്കട്ടെ. ഇതാണ് നമ്മളെ മിഥുൻ എന്ന് പറഞ്ഞാൽ മിഥുൻ ബ്രോ. മിഥുൻ നേരത്തെ പറഞ്ഞ കഫ്തീരിയ. ഈ വീണു കല്ലൊക്കെ ഉണ്ട്, സൂക്ഷിക്കുക. നല്ല ആംബിയൻസ് അല്ലേ, അടിപൊളി ആംബിയൻസ് അല്ലേ, അടിപൊളി ആംബിയൻസാണ്. ചാർജ് ചെയ്യാൻ എൻ്റെ ഫോൺ ചാർജില്ല. നോക്കി ചെയ്തന്നെ കടലിൻ്റെ നടുവിലാണ് ഞാൻ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും, വയനാട്ടിൽ പോയപ്പോൾ മറ്റേ ഡോം കാണിച്ചു തന്നില്ല നിങ്ങൾക്ക്, വൈത്തിരി ടീ വാലി. അവിടെ ഇതേമാതിരി നമ്മളെ സൈറ്റ് സീയിങ് ഏരിയാസ് പ്ലേസസൊക്കെ കാണിച്ചിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ അതേമാതിരി അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സൈറ്റ് സീയിങ് റൂട്ട്, മീശപ്പുലിമല, പിന്നെ ആനേരങ്ങൽ ഡാം, അങ്ങനത്തതൊക്കെ. ചതുരങ്ങപ്പാറ, അത് അവിടെ നിന്ന് വായിച്ചപ്പോൾ മല കിട്ടിയില്ല. പിന്നെ കൊളുക്കുമല, ബോസ് പീക്ക്. നമ്മൾ നാളെ പോകാൻ വിചാരിക്കുന്നത് കൊളുക്കുമല കേട്ടോ. ബാക്കിയുള്ളതൊന്നും പോകുന്നില്ല. ഇതൊന്നും നമുക്ക് ഉള്ള പാക്കേജിൽ അതാണുള്ളത്, കൊളുക്കുമല. അപ്പോൾ നാളെ രാവിലെ 4 മണിക്ക് വരുമെന്ന് പറഞ്ഞു. ഇന്ന് ഈവനിങ് നമ്മൾ സൺസെറ്റ് കാണാൻ എപ്പോഴാണ് 5 മണിക്ക് പോകും. 5 മണിക്ക് പോയി സൺസെറ്റ് കാണും ഇല്ലയെന്ന് പറഞ്ഞിട്ടില്ല. കാരണം മിക്കവാറും കോടൊക്കെ ഇറങ്ങിയ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ല തണുപ്പാണ്. നമ്മളിങ്ങോട്ട് വന്ന ടൈമിലൊക്കെ ഭയങ്കര ചൂടുണ്ടായിരുന്നു. അത് ഉച്ച ടൈം ആവുന്നതുകൊണ്ടാണ് അല്ലേ. ഈവനിങ് ഒക്കെ നല്ലൊരു ക്വയറ്റായിട്ട് നല്ല തണുപ്പൊക്കെ വന്ന് നമുക്കിവിടെ നിൽക്കാം. പിന്നെ ഇവിടെ ചൂടുവെള്ളം ഉണ്ട്, കെറ്റിലിൽ ചൂടുവെള്ളം നമുക്കാണെങ്കിൽ എടുത്ത് കുടിക്കാം, ചൂടുവെള്ളം. പിന്നെ ടീ
ഏകദേശം 4 മണി സംതിങ് ആവും. നമ്മൾ ട്രക്കിങ് ഈവനിങ് സൺസെറ്റ് ട്രക്കിംഗ് പോയി വന്നു കഴിഞ്ഞാലാണ് പിന്നെ നമുക്ക് ഫുഡ് കിട്ടുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ക്യാമ്പ് ഫയർ ഉണ്ടാവും. ക്യാമ്പ് ഫയർ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല, പാട്ടൊക്കെ വെച്ച് എല്ലാവരും എൻജോയ് ചെയ്യേണ്ടതായിരിക്കും. ഓരോ വൈബുള്ള ആൾക്കാരെ കിട്ടുകയാണെങ്കിൽ അതത്രയും ഒരു രസമാവും കേട്ടോ. ആ ബെസ്റ്റ് ആൾ വണ്ടിയിൽ കയറി കടന്നിട്ടുള്ള 2 ആൾ ഉറങ്ങുക. Brother, your name? My name is Sridhar. Sridhar. So I'm your trip guide today. ഓക്കെ ഓക്കെ, നമുക്ക് എന്തായാലും പോയേക്കാം. നടന്നോടാ. പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ അടുത്ത ഏതെങ്കിലും സ്ഥലത്ത് പോവുകയാണ്. ഇത് കുറച്ച് കയറ്റം കയറാണ്ട് കേട്ടോ, വീണ്ടും കിതക്കേണ്ടി വരും. മഞ്ഞ് കൂടിയുണ്ട്, കുറച്ച് കയറാണ്ട് കിതയ്ക്കാം. അയ്യോ, ക്ലൗഡ് അടിച്ചിട്ടുണ്ട്. അതിൽ ഒരു വി ഷേപ്പ് പീക്ക് ഉണ്ടാവും, അതിന്റെ അടുത്ത് ഒരു ചെറിയ വാലി ഉണ്ടാവും. ആ വാലിയാണ് കൊളുക്കുമല വ്യൂ പോയിന്റ്. ഇവിടുന്ന് എത്ര കിലോമീറ്റർ? ഇവിടെ നിന്ന് ഒരു 15-16 കിലോമീറ്റർ. അതിൽ മോസ്റ്റ്ലി ഒരു 13-14 കിലോമീറ്റേഴ്സ് ഓഫ് റോഡ്. അത് കംപ്ലീറ്റ്ലി ലോക്കൽ ജീപ്സ് മാത്രമേ അലോഡ്. നേരത്തെ ബൈക്സ് ഒക്കെ അലോഡ് ആയിരുന്നു, പിന്നെ കുറച്ച് മിസാപ്സ് കൊണ്ട് അത് നിർത്തി വെച്ചു. ഇപ്പോൾ മിനിമം 5 years ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവേഴ്സ് മാത്രമേ അങ്ങോട്ട് അലോഡ് ചെയ്യുന്നുള്ളൂ. നല്ല സ്ലിപ്പാണ്, നോക്കി നടന്നില്ലേ പാറയുമ്പോൾ തലടിക്കും. இங்கே இப்போ ஒரு ஏப்ரல் மேலே வந்து அடிக்கடி யானையை பார்க்கலாம். இந்த டேமு பேர் ஆனைரங்கல் டேம் தான். இப்போ நீங்கள் நைட் ஆயிடுச்சுன்னா இந்த கீழே இங்கே வந்துட்டு இந்த டவுன் இருக்குல்ல, நம்ம கேம்ப் சைட்டில் இருந்துட்டு லெஃப்ட்டில் இறங்குனீங்கன்னா போயிட்டே இருந்தீங்கன்னா ஒரு 100-200 மீட்டர் போனீங்கன்னா ரைட் லெஃப்ட் கட் ஆகும். ரைட் எடுத்து போனீங்கன்னா அந்த டேம். ஆமாம், சிங்ககண்டம் ரோடும்பாங்க. இப்போ தான் அதில் மணி தான் போயிட்டு வந்துடும். அதில் தான் போயிட்டு வந்தீங்களா? நைட்லலாம் இந்த லோக்கல் காரங்களாம் அதில் போகிறதுக்கு பயப்படுவாங்க. யானை அவ்வளோ இது ஒன்று இருக்குது, வண்டி இது ஒன்று இருக்குது, ஆளு கொண்டு இருக்குது, நிறைய இருக்குது. நமக்கு என்னென்னா லோக்கலில் வந்துட்டு இந்த ஃபாரஸ்ட் வண்டி இருக்குல்ல, அவங்க வந்து டெய்லி ஒரு 2 வண்டி பேட்ரோலில் இருக்கும் லேட் நைட்டில். ஸோ அவங்க வந்துட்டு இந்த ஊரில் இருக்கவங்க மோஸ்ட்லி எங்கள் அப்பாவில் இருக்கிற இந்த டெலிகிராமில் வந்துட்டு இந்த குரூப் இது ஒன்று வச்சுருப்பாங்க. அதில் வந்துட்டு லாஸ்ட்டாக யானை எங்கே வந்து பார்த்துருக்குறாங்க, அந்த சைட்டிங் பிளேஸ் எங்கே, ஸோ வந்து அது எந்த டைரெக்ஷனில் மூவ் ஆகுதுங்கிற மாதிரி லைவ் அப்டேட்ஸ் மாதிரி போட்டுகிட்டே இருப்பாங்க. ஸோ அதை வச்சு கொஞ்சம் அலர்ட்டாக இருப்பாங்க. ரோடு கிட்ட இல்லாட்டி ஒரு கம்யூனிட்டி கிட்ட அது வருதுங்கிறப்ப ஃபாரஸ்ட்காரங்க அங்கே போயிட்டு அதுக்கு ஏதாவது ஒரு ஆக்ஷன் எடுப்பாங்க. നമ്മൾ ഇരുട്ടായിട്ടോ, നമ്മൾ തിരിച്ചു പോവാണ്. നമ്മൾ ടൗണിലെത്തിയിട്ടോ, ഇനി നേരെ ക്യാമ്പ് സൈറ്റിലേക്ക് പോവുക. അവിടെ ക്യാമ്പ് ഫയർ സെറ്റിംഗ് ഉണ്ടാവും, ഈവനിങ് ടീ ഉണ്ടാവും, അത് കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യുക. നല്ല വൈബായിട്ടുണ്ട്. നമ്മളിപ്പോൾ എല്ലാവരോടും പരിചയപ്പെട്ട് വന്നു. ഇനി സ്നാക്ക് ഉണ്ടോയെന്ന് അറിയില്ല, എന്തായാലും നമ്മൾ കഴിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാമ്പ് ഫയർ ഉണ്ട്. അങ്ങനെ നമ്മൾ പിറ്റേന്ന് രാവിലെ 4 മണിക്ക് നീച്ച് എങ്ങനെ പോവാട്ടോ. ജീപ്പ് എത്തിയെന്ന് അറിയില്ല, നമ്മൾ പോയോക്കട്ടെ. എന്തായാലും ജീപ്പ് എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല സൗണ്ടാണ്, കാണൂല. നമ്മൾ ബാക്കി പോണ വഴി കാണിച്ച വണ്ടി കാത്തിക്കുമല്ലോ. 7 മണിയാകുമ്പോൾ 10 വലിയ വണ്ടി വരും. വണ്ടി ഇവിടെയാണ് വന്ന് പിടിക്കണം. ഇതൊക്കെ പണി കിട്ടും. പോയിരുന്നു നമ്മൾ വ്യൂ പോയിന്റിലേക്ക് എത്തിച്ചിട്ടോ. കുറച്ച് അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, പക്ഷെ അവിടെ ഭയങ്കര റഷും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളെ മൂപ്പര് പറഞ്ഞു ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, കുറച്ചും കൂടി കാണാൻ രസമായിരിക്കും, തിരക്ക് കമ്മിയാവും എന്ന് പറഞ്ഞു. അവിടെയൊക്കെ ആൾക്കാർ, ഫുൾ ആൾക്കാരുണ്ട്, ഓരോരോ വ്യൂ പോയിന്റിൽ ആൾക്കാർ.
തിരിച്ചു പോയിട്ട് ഇവിടെ തന്നെ ക്യാമ്പ് സൈറ്റ്സ് ഒക്കെ ഉണ്ട് തൊട്ടടുത്ത് തന്നെ. ഇവിടെ ക്യാമ്പ് സൈറ്റ്സ് ഉണ്ട് ഈ വ്യൂ പോയിൻറ്റിൻ്റെ അടുത്ത്. ഇവിടെ കിട്ടുകയാണ് സുഖം. രാവിലെ തന്നെ നീച്ച് നേരെ വന്നാൽ മതി. നമ്മൾ രാവിലെ നീച്ച് കുളിച്ച് ഞാൻ കുളിച്ചു, പിന്നെ പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്ത്. പക്ഷെ 4 മണിക്ക് തന്നെ അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളൊപ്പം വരാനുള്ള ആൾക്കാരെ കണ്ട് മീറ്റ് ചെയ്യാനും അവർ വരാനും കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് 4:45. എത്രയും പെട്ടെന്ന് നേരത്തെ വരുമോ അത്രയും നേരത്തെ വരിക നല്ല. കാരണം നമുക്ക് കുറേ ആൾക്കാർ, ഒരു ലോഡ് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ തിരക്കാവും, റഷാവും. വല്ല ബ്ലോക്കോ എന്തെങ്കിലും വണ്ടി കേടുന്നെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതും ലേറ്റാവും. അപ്പോൾ നേരത്തെ വരാൻ നോക്കുക അവിടേക്ക്. ഈ പ്ലോട്ട് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മൾ ഞാൻ അടുത്ത ലൊക്കേഷൻ പോകണ്ടല്ലേന്ന് അറിയില്ല. എന്തായാലും നമ്മളിവിടെ നിന്ന് തിരിക്കുക. വിശക്കുണ്ട് ഗൈസ്. പുലർച്ചെ 4 മണിക്ക് നീച്ച് ഞാൻ 3 മണിക്ക് നീച്ച് കുളിക്കരുത് കേട്ടോ. നല്ല തണുപ്പുണ്ട്. 12 ഡിഗ്രി ഒക്കെയാണ് തണുപ്പ്. ഞാൻ മങ്കി ക്യാപ്പ് ഒന്നും വെക്കില്ല എന്ന് വിചാരിച്ചത്, പക്ഷെ അത് വെക്കേണ്ട ആവശ്യം വന്നു. നമ്മളെ പേര് മുനിയാണ്ടി. മുനിയാണ്ടി കേട്ടോ. മൂപ്പരാണ് നല്ല അടിപൊളിയായിട്ട് സ്പീഡിൽ രാവിലെ തന്നെ ഇവിടേക്ക് എത്തിച്ചേ. നല്ല അടിപൊളി സ്പീഡിലായിരുന്നു എത്തിയത്. ഇനി നമ്മൾ നേരെ വേറെ വ്യൂ പോയിന്റ് പോകണ്ടോ? സമയമല്ല. ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ ടൈഗർ വ്യൂ പോയിന്റ് പോയത്. അപ്പൊ നമ്മള് നല്ല തിരക്കുള്ള ടൈമാണ്. വണ്ടി ഇല്ലാതെ അവിടെ നിർത്താറോ ഒരു 10 മിനിറ്റ്. ഓക്കെ ഓക്കെ. വണ്ടി ഉണ്ടെങ്കിൽ പതുക്കെ താഴെ പോകാം. ഓക്കെ ഓക്കെ. എന്താണെന്ന് വെച്ചാൽ 9 മണിക്ക് 260 വണ്ടി വീണ്ടും മേലേക്ക് കയറി വരും. ഓക്കെ. അതുകൊണ്ട് ആ റോഡിലെ സൈഡ് ഒരു വൺ ടൈം ഇത്ര 200 സംതിങ് വണ്ടി കയറ്റി വിടുള്ളൂ. അത് കഴിഞ്ഞ 220 ഇവിടെ ഈ വലി ഓടിക്കാനായിട്ട് പെർമിഷൻ ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ താഴത്തേക്ക് എത്തി കഴിഞ്ഞാൽ പിന്നെ അടുത്ത 9 മണിക്ക് 9:01 വണ്ടി കയറ്റി വിടും. അതിന്റെ മുന്നേ നമ്മൾ ഇറങ്ങും വേണം. അതിന് മുമ്പ് തന്നെ ആ റോഡിൽ എല്ലാം താഴെ ഇറങ്ങണം. ഓക്കെ. ഈ പോസ്റ്റ് മാത്രം ഒരു വണ്ടി 2 വണ്ടി ഇങ്ങനെ പതുക്കെ ഇറങ്ങി. ഓക്കെ. അപ്പോൾ എത്തുന്നവർ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അടിപൊളി വ്യൂ ആണ്. ഇവിടെ നിന്ന് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ പോയ മാതിരിയാണ് മക്കളെ. പക്ഷെ ഇത് റഷ് ആവും അല്ലേ ഈ മൗണ്ടൈന്? ഓക്കെ ഓക്കെ. ഇവിടെ പൈസ കൊടുത്ത് പോകുന്നതുകൊണ്ട് ഇച്ചിരി ആൾക്കാർ കുറച്ച് പോകുന്നു. 700. ഓക്കെ. വണ്ടിക്ക് സെപ്പറേറ്റ് ആയിട്ട് 1000 രൂപ വെയിറ്റിംഗ് ചാർജ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു മണിക്കൂർ കൂടെ ഒന്നും താമസമാകും. ഓക്കെ. അതേ വണ്ടി കൊടുക്കുമ്പോൾ മുകളിൽ പകുതിക്ക് പോകും. 1 കിലോമീറ്റർ കൂടി മുകളിൽ പോകും. ഓക്കെ. റഷ് ആവുന്ന പറഞ്ഞേ. അത് പിന്നെ പൈസ ഒന്നുമില്ല. കാരണം നമ്മൾ വരുമ്പോൾ തന്നെ അവിടെ കുറേ ആൾക്കാർ ജീപ്പും ഇതൊക്കെ ആയിട്ട് നിർത്തിയിട്ടുണ്ട്. കുറേ ആൾക്കാർ നടന്ന് കയറണമുണ്ട്. 2 പ്രാവശ്യം. ഓക്കെ. വണ്ടിക്ക് ഒരു ട്രിപ്പിന്. ഇന്ന് വൈകിട്ട് 3 മണിക്ക് കൊണ്ടുവന്ന് ഇറക്കുക. നാളെ ഉച്ചയ്ക്ക് ഒരു 11:30 വന്ന് താഴെ കൊണ്ടുപോകും. 2 ട്രിപ്പ് വണ്ടിക്കാണ്. ഓക്കെ ഓക്കെ. അത് നമ്മൾ സെപ്പറേറ്റ് എടുക്കുന്നോ അതോ അവരെ ക്യാമ്പിന്റെ വണ്ടി സെപ്പറേറ്റ് എടുക്കണം? ഓക്കെ ഓക്കെ. 2 പ്രാവശ്യം ഫുഡ്. ഓഫ് സീസണിൽ എന്നാലും എമൗണ്ട് തന്നെ 2500 മേടിക്കും. മേടിക്കും. ഓഫ് സീസണിൽ 2200. ഓക്കെ ഓക്കെ. തണുപ്പും അതേമാതിരി ക്ലൗഡിങ് ഇതൊന്നും ഉണ്ടാവും? എല്ലാം ഉണ്ടാവും ഓഫ് സീസൺ ആയാലും. ഓക്കെ. അപ്പോൾ കഴിയുന്നതും ഇവിടേക്ക് വരുന്നതൊക്കെ ആണെങ്കിൽ ഓഫ് സീസണിൽ വന്നാലും ഈ തണുപ്പും ഈ ക്ലൗഡ് ബെഡിങ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ സൺസെറ്റും കാണാം സൺറൈസും കാണാം. നമ്മൾ ഈ പീക്ക് ടൈമിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നം. ഡ്രോൺ ഇൻക്ലൂഡാ. ഡ്രോൺ എടുക്കണമെങ്കിൽ അവിടെ പൈസ ഉണ്ട് കേട്ടോ. 1500 പറഞ്ഞത്. 1500 ആണ്. അപ്പം നമ്മൾ അവിടെ സ്റ്റേ ചെയ്യണം. നമ്മൾ പോയില്ലേ വ്യൂ ക്യാമ്പ് ഒരു മൗണ്ടൈനിൽ വ്യൂ പോയിന്റിൽ അവിടെ 2000 എത്രയാണ്? 2500 ആണ് ഡ്രോൺ അടക്കം. 2200 ആണ് ഡ്രോൺ അടക്കം വരുന്നത്. സൺസെറ്റ് ഒക്കെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തത്. പക്ഷെ ജീപ്പിന് ഫയർ ക്യാമ്പ് വരും, DJ വരും. പക്ഷെ നമ്മൾ ജീപ്പിനുള്ളത് വേറെ എടുക്കണം. ജീപ്പിന് ഞാൻ പറഞ്ഞല്ലോ 2200 ആണ് ഓഫ് സീസൺ ആണെങ്കിൽ. സീസൺ ആണെങ്കിൽ 2500. ഓക്കെ ഓക്കെ. എന്നാ ഞങ്ങൾ പോവാണേ. അതിലൂടെ ഒരു വഴിയുണ്ട്. അതിലെ താഴെ ഇറങ്ങി വണ്ടി ഇറങ്ങി പോണ വഴിക്ക് തന്നെ വരണം. താഴെ പോയിട്ട്
അവിടെ സ്ഥലമുള്ള സ്ഥലത്ത് വണ്ടി നിർത്തും. ഓക്കെ ഓക്കെ. അപ്പൊ ഞങ്ങൾ മുകളിൽ കയറി വരണ്ട. ഓക്കെ ഓക്കെ. അതില് കൂടി താഴത്തേക്ക് നടന്നു താഴെ എവിടെയെങ്കിലും കാണും. ഇത് കൂടെ കുറച്ച് നേരം അങ്ങനെ പോയി കഴിഞ്ഞ് ഇതിൽ പോകുമ്പോ ഇവിടെ ഒരു ചെറിയ ഒരു ഗേറ്റ് ഉണ്ട്. അതിലെ ലെഫ്റ്റ് ഒരു ചെറിയ നമ്മളെ സാരഥി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇത് കൂടെ ഇറങ്ങി പോകുന്നതാണ്. ഇത് കൂടെ പോകാനാ പറഞ്ഞിട്ടുള്ളത്. ഇത് തന്നെയാണ് കേട്ടോ, ഇത് തന്നെയാണ് വ്യൂ പോയിന്റിക്കുള്ളത്. ഇത് എന്ത് വ്യൂ പോയിന്റാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ അറിയുള്ളൂ. കാണാൻ നല്ല ഭംഗിയുണ്ട്. സൈഡിൽ ഫുള്ള് ടീ പ്ലാന്റേഷനും മരങ്ങളും അതും ഇതും ഒരു കാടിൻ്റെ അടുത്ത് കൂടെ നടക്കുന്ന മാതിരി ഹൈക്കിംഗ് ഓൺ മൗണ്ടെയിൻ അല്ലേ, അങ്ങനെയല്ല പറയാം. ഒന്നും പറയാല്ല മക്കളെ, അടിപൊളിയാണ്. വാവ്, ഇത് സെറ്റല്ലേ. എനിക്ക് തോന്നുന്നു ഇത് അങ്ങോട്ട് തമിഴ്നാട് മൂപ്പര് പറഞ്ഞു. തമിഴ്നാട് ചിലപ്പോൾ ഇത് കേരളം, തമിഴ്നാട് അങ്ങോട്ട് ആ ഭാഗത്ത് തമിഴ്നാട്. നമ്മൾ കയറുമ്പോൾ തന്നെ പറഞ്ഞല്ലോ ഇവിടെ നിന്ന് തമിഴ്നാടാണ്. അല്ല എൻ്റെ മുകളിൽ ഇപ്പോഴും ആളുണ്ട് കേട്ടോ, ഇപ്പോഴും ആളുണ്ട് അതിൻ്റെ മേലെ. ടോപ്പാണ്, ഇതിൻ്റെയൊക്കെ ടോപ്പാണ്. പക്ഷേ ഇവിടെ നിന്നാലും നമുക്ക് കാണാം. നമ്മൾ കുറച്ച് നേരം ഹാൾട്ടാക്കിയത് കേട്ടോ, റെസ്റ്റ് എടുക്കാനല്ല, നിറച്ച് ബ്ലോക്കാണ്. തിരിച്ച് പോകുമ്പോഴും ബ്ലോക്ക് ഉണ്ട്. ചെക്കൗട്ട് ചെയ്യുക, പോവുക, നേരെ മേമേൻ്റെ അവിടെ കയറുക. അവിടെ വല്ല സ്പെഷ്യൽ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ കാണിച്ചു തരണം. എന്തായാലും ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു, പിന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. നമ്മൾ തിരിക്കുകയാണ് കേട്ടോ ഇവിടെ നിന്ന്, ചെക്കൗട്ട് ചെയ്തിട്ട് പോകാൻ നിൽക്കുകയാണ്. ബൈ ബൈ. ബാക്കി രമ്യ ചേച്ചീൻ്റെ വീട്ടിലെത്തിയിട്ട് ഉള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ മേമേൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. പനിയാണ്, പനി ആയതുകൊണ്ട് അധികമൊന്നും എടുത്തില്ല. മേമ കുറേ കാര്യങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബീഫ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പനിയായതുകൊണ്ട് കുറച്ചു നേരം കടന്ന് ക്ഷീണൊക്കെ മാറ്റിയിട്ടാ പോണേ. ഹായ് അറി, ഹായ് ഹായ് ഹായ്.